ചിങ്കിടൂനില്ലേ പെട്ടെന്ന് നല്ല പനിയിട്ട് നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടില്ല അവ അത് പുലർച്ചയ്ക്കല്ല ഒരു രാവിലെ ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ വായിച്ചെടുത്ത് തന്നു. അത് നമ്മളെ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ദേഹത്തുള്ളൊരു ചൂട് വരുമല്ലോ, അപ്പം അതാണെന്ന് വിചാരിച്ചു. പക്ഷേ എന്താണ് അതല്ല എനിക്ക് തോന്നി. എന്നിട്ട് നോക്കുന്ന സമയത്ത് ചിങ്കിട അപ്പം ആക്റ്റീവ് ആയിരുന്നു, അപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പം ആള് നല്ല കുഴഞ്ഞു, നല്ല ചൂടുണ്ട്. അപ്പം ഞങ്ങളെന്തായാലും ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടാ. ആളിപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്. എന്താ മോളൊക്കെ അത് നോർമലി ഇടയിലൊക്കെ പനി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര വന്നിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ്. പിന്നെ നമുക്ക് പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ചുമയോ ജലദോഷം എന്തെങ്കിലുമൊക്കെ വരില്ല. ഇത് ഡയറക്റ്റ് നല്ല ചൂട് വന്നല്ലോ. ഉണ്ട് നല്ല ഉണ്ട്. അപ്പം എന്തായാലും നേരെ ഇനിയിപ്പോൾ ഡോക്ടറിൻ്റെ അവസ്ഥയാണ് അറിയാത്ത. അപ്പം ഞങ്ങൾ നേരെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് OP കിട്ടും എന്താണെന്ന് നോക്കല്ലോ. ചിങ്ങടോ എന്തിനാ തന്നെ നിക്കണില്ല എന്നാ കിടത്തിക്ക. ഉറങ്ങിയ ആൾ എണിച്ചു പാവം തീരെ വയ്യ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടാ. അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞു പറ? നല്ല പനി 103 ഉണ്ട്. അപ്പോ നല്ല ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ് മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ പനി പോകാൻ വേണ്ടിട്ട് ഒരു അലീന മരുന്ന് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് വെച്ചു കൊടുത്തപ്പോ കളിക്കാൻ തുടങ്ങിയിട്ടാ. പിന്നെ എന്നാലും പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞ് ചിലപ്പോൾ വരാനും ചാൻസ് ഉണ്ട്. അപ്പം മരുന്ന് എന്തായാലും കണ്ടിന്യൂസ് ആയി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും മരുന്ന് ഇനി കൊടുക്കണം. അപ്പം എന്തോ അത് കാണിച്ചതിന് ഇപ്പം ചൂടൊന്ന് കുറഞ്ഞപ്പോൾ ഒരു സമാധാനം അല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു നല്ല ഇത് വന്നല്ല. എത്രയും ദിവസമായിട്ട് ഇതവിടെ കുപ്പിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ പനി പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വന്നിട്ട് പോകണുള്ളൂ. പക്ഷെ ഇത് നല്ല രീതിക്ക് വന്നു ഗൈസ്. ചിങ്ങടോ മൂടില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വീടെത്തി. ഇപ്പോൾ അതായത് വീടെത്തിയതും ചിങ്ങടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഉണ്ട്, അതിന് ശേഷം മരുന്ന് വെച്ചതിന് ശേഷം കുറച്ചൊന്നും ചൂടൊക്കെ കമ്മിയായി. പിന്നെ അതിന് ശേഷം വീടെത്തിയപ്പോൾ പിന്നെ അതുപോലെ തന്നെ ചൂട് വന്നില്ല, പക്ഷെ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കരഞ്ഞ് ഉറക്കം വരുന്ന ആൾക്ക്, പക്ഷെ ഉറങ്ങാനും പറ്റാണ്ട് കുറേ കരഞ്ഞ് ലാസ്റ്റ് ഉറങ്ങി. അപ്പോൾ തന്നെ വായിച്ച് ഇന്നലെ തൊട്ടിട്ട് വായിച്ച് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ വായിച്ച് ഉറങ്ങി. അങ്ങനെ വന്നപ്പോൾ ഉറങ്ങിയിട്ട് ഒരു 9 മണി കഴിയുന്നുണ്ട്. ഇപ്പൊ രാത്രി 9 മണിക്കായി ഉറങ്ങി എണീക്കുമ്പോൾ ഒരു 4:30 ആ സമയമൊക്കെ ആകുമ്പോൾ ഉറങ്ങിയതാണ്. എന്നിട്ട് ഇപ്പോൾ 9 മണിക്ക് എണീറ്റത്. ഇപ്പോൾ ഇത് എണീറ്റിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കള്ളിപ്പാറോ ഗൈസ്. അപ്പോൾ ചിങ്ങടൂന് ഫുള്ളായിട്ടുള്ളത് ശരിയായിട്ടില്ല. ഇനിയിപ്പം മരുന്ന് അതെ എന്താണ് ഇപ്പോൾ ഉറങ്ങി എണീറ്റിട്ടാണെന്നുണ്ടെങ്കിലും കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ആൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. ഫസ്റ്റ് അത്ര തുടച്ചു കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ 3 മരുന്നുണ്ട് മറ്റേ ഡ്രോപ്സ്. അപ്പോൾ അത് കൊടുക്കണം. ഇനിയിപ്പോൾ അത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് കുറച്ചായി ബെറ്റർ ആവുമല്ലോ. ഇതുവരെയായിട്ട് ഇങ്ങനെ വന്നിട്ടില്ല ചിങ്ങുന്നില്ല. ഈ കാര്യങ്ങൾ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ചെറുതായിട്ട് വരാറുണ്ട്. പക്ഷെ ഇത് ഒരടി ഡയറക്റ്റ് ആയിട്ട് നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂട്. അതായത് ഞാൻ ഉറങ്ങുന്ന സമയത്ത് പുലർച്ചെ ഒരു 5 മണിയൊക്കെ ആകുന്ന സമയത്ത് വായിച്ചിനടുത്ത് ചിങ്ങൂരി കൊണ്ട് തന്നിട്ട് കുറച്ച് നോക്ക് പറഞ്ഞു. ശരിയോണ്ട് ഞാൻ പിടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ കിടത്തിയപ്പോൾ എനിക്ക് തലയിലൊക്കെ നല്ല ചൂട് പോലെ തോന്നി. എന്നിട്ട് ഞാൻ ചിങ്ങൂരിനില്ലേ കളിപ്പാട്ടൊന്നും കൊടുത്താൽ പറ്റില്ല. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൊടുക്കും. കൊടുക്കില്ല. ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. അപ്പോ എന്താ പറയാ, അപ്പൊ അങ്ങനെ ആയിരുന്നു. ഇനിയിപ്പോ ചിങ്ങുനിപ്പോ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോ എന്താ അവസ്ഥ കാര്യങ്ങൾ നോക്കാം. കാരണം ഒന്നാമത് നമുക്ക്
പനിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ നമുക്ക് എന്തോ നല്ല പോലെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് പറയുമ്പോൾ പറയാനറിയും, ഇവർക്ക് പറയാനറിയില്ലല്ലോ. കരച്ചിലറിയും. അപ്പൊ അത് എന്ത് ബുദ്ധിമുട്ട് കൊണ്ടാണ് കരയുന്നത് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ പിന്നെ പനിയായതുകൊണ്ട് ഒരേ കരച്ചിലാണ്. എന്തിനാണെന്നും കൊണ്ട് അറിയില്ല. ഇനിയിപ്പോ മേലിനായി വേദനിക്കുന്നുണ്ടോ, അതാണ് ഇനി പനിന്റെ ബുദ്ധിമുട്ടാ എന്താണെന്നൊന്നും സംഭവം അറിയില്ലല്ലോ. പിന്നെ ഒരു സംഭവം ഗുളിക പോലുള്ള സംഭവം വെച്ചിട്ടാണോ ഒന്നും അറിയില്ല. ഇനിയിപ്പോ അതിന്റെ പെയിൻ ഉണ്ടോന്നും അറിയില്ല. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പം മരുന്നുകളെല്ലാം കൊടുത്തിട്ടൊന്ന് ബെറ്റർ ആക്കി എടുക്കണം. അതുപോലെ ഇവളാണെങ്കിൽ എന്താണ് അമ്മയുടെ അടുത്താണെങ്കിൽ പോയ കാര്യം, ബേബിയുടെ അടുത്ത് പോയാലും കുറച്ച് നേരം നിൽക്കും, പിന്നെ കരയും. പിന്നെ എല്ലാരും പറയണ പോലെ അമ്മമാരുടെ കൂടെ നിൽക്കുമ്പോ ഒരു കംഫർട്ട് ആണല്ലോ, ആയിരിക്കും, ഒരു സമാധാനം ആയിരിക്കുമല്ലോ. അതെ. അപ്പൊ ഇപ്പൊ ചാടിക്കൊണ്ടിരിക്കണ്ട കളിയാനിട്ടോ ഗൈസ്. ഇപ്പൊ ചാടി കളിക്കും, കുറച്ച് കഴിഞ്ഞാൽ പനി കിട്ടും. മേലിങ്ങ ഇളകുമ്പോൾ പിന്നെയും അത് അതുപോലെ വരും. അതാ പ്രശ്നം. എന്തായാലും ഇനിയിപ്പോൾ ഉറക്കം വരുന്നതിന് മുമ്പ് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിയാലും കുഴപ്പമില്ലല്ലോ അല്ലേ. അതുപോലെയാണെങ്കിലും വീടാണെങ്കിലും ഞങ്ങള് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പകുതി കടത്താനുണ്ട്. പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് കാറിൽ കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് ചില കുറച്ച് സാധനങ്ങളും എടുക്കാണ്ടല്ലോ. ഇന്നിപ്പോ രാവിലെ പനി വന്നുകൊണ്ട് നേരത്തെ അതിന് പിന്നെ അങ്ങനെ പോയി ഹോസ്പിറ്റലിൽ നേരെ പോയിട്ട് ഇന്നത്തെ മൊത്തം അങ്ങനെ പോയി. എല്ലാം പറഞ്ഞ വേണ്ട, മൂക്കൊക്കെ ഇങ്ങനെ അരിക്കുന്നുണ്ടോ ആൾക്ക്. അതാണ് ഇപ്പൊ അല്ലേ മാറട്ടാ ഗൈസ്. അപ്പൊ ഭാവിച്ച് തല്ലാൻ പറഞ്ഞിട്ട് പക്ഷെ ചിങ്ങൂർ തല്ലില്ല. ഭാവിച്ചിട്ട് നല്ല കൊടുക്കും എന്നെ തല്ലില്ല ഗൈസ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും ചിങ്ങൽ മരുന്നും ഞങ്ങൾ കൊടുത്തിട്ട് എന്താവും മാറിയാൽ മതി പെട്ടെന്ന്. കാരണം അത് കുട്ടി അങ്ങനെ ആക്റ്റീവ് അല്ലാതെ നമുക്കിങ്ങനെ കരഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തോ പോലെ. കാരണം ചൂടൊക്കെ ഇല്ല, അത് ആ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ശരിയാവട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എത്തുള്ളൂ. അമ്മ പോയിട്ടോ, അമ്മ അവിടെ ഉണ്ട്. അമ്മ പുറത്ത് കുളിക്കാൻ പോയിരിക്കും എന്തോ ആണ്. അപ്പം അമ്മ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതിൻ്റെ ചിങ്ങൽ മരുന്നോട് ചിങ്ങൽ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉറങ്ങും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.